വഴിയോരെ അശ്റഫാദരപ്പൂവേ അബ്ദുർറസാഖ് വലിയുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് മുഹബ്ബി ശൈഖ് വലിയുല്ലാഹ് മർമാ പേറ്റ ശൈഖോരേ അല്ലാഹ് പത്തി പുകഴ്ന്തോരേ വബാ എല്ലാം ശിഫാവോരേ അബ്ദുർറസാഖ് വലിയുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് മുഹബ്ബി ശൈഖ് വലിയുല്ലാഹ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ബറേൽവി വിശ്വാസത്തെ സംബന്ധമായി കൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് ഇവരുടെ വിശ്വാസം എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്താണ് പറയുന്നത്? സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹ് എന്നാണ് പറയുന്നത്. അവിടെ അപ്പം നേരത്തെ ചൊല്ലിയ സലാത്തുള്ളയും സലാമുള്ളയൊക്കെ റസൂലുള്ളയൊക്കെ ആരാണ്? ഇവരുടെ മുഹിയുദ്ദീൻ ശൈഖിനല്ലേ ഇവർ പറയണത്. സലാത്തും സലാമും മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലയ്ക്ക് നൽകിക്കൊണ്ട് ഇവരുടെ അള്ളാൻ്റെ റസൂല് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലയാണ് എന്നുള്ള അതാഉർ റസൂൽ എന്നൊക്കെ ഇവർ വേറെയും ആളുകൾക്ക് പറയാറുണ്ട്. ഒരുപാട് ഇല്ലാത്ത പോരിശകൾ വമ്പുകൾ ഒക്കെ പറഞ്ഞു നടക്കാറുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഒരു അബ്ദുർ-റസാഖ് ഔലിയ കാക്കയുടെ ഒരു ജാറത്തങ്ങ പോയിട്ടാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ്. അള്ളാഹ് എന്നവർ പറയുന്നുണ്ട്, അള്ളാഹ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. റസൂലുള്ളാന്റെ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ള എന്ന് പറയുന്നുണ്ട്. ആ റസൂലുള്ള ആരാണ്, എന്താണ് റസൂലുള്ള നമ്മോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞ ദീനുൽ ഇസ്ലാം എന്താണെന്ന് ഇവർക്കറിയില്ല. ഇവർക്കറിയുക, ഒരു മയ്യത്തിനെ കിട്ടിയാൽ ആ മയ്യത്ത് കുളിക്കാത്തവനാണോ, തിരുമ്പാത്തവനാണോ, നിസ്കരിക്കാത്തവനാണോ, കുടുംബബന്ധം പുലർത്താത്തവനാണോ, സുന്നത്ത് കഴിക്കാത്തവനാണോ, മദ്യം കഴിക്കുന്നവനാണോ, ഹറാമ് ഭക്ഷിക്കുന്നവനാണോ, പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവനാണോ, ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. എന്നിട്ട് ദീനാണെന്നും പറഞ്ഞിട്ട് അതിനെ കുഴിച്ചിട്ടിട്ട് മൂടലും വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മേലെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അയാൾ ആ പിടിച്ചു നിന്നിരുന്നത് ഒരു ജാറത്തിൻ്റെ മൂലയാണ്. ഒരു ജാറം പണിതിട്ട് അവിടെ വന്നിട്ട് ഈ പച്ച ഷിർക്കും കുഫറും ഈ പൊട്ടപ്പോയത്തും ഈ മൂച്ചിപ്പിരാന്തും ഈ പിഴച്ച വാദങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ബറേൽവിസവും ഷിയായിസവും കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു സങ്കര പുത്രൻ. ഈ ജാരപുത്രന് ഇതൊക്കെ തന്നെ അറിയുള്ളൂ. ഇത് ദീനുൽ ഇസ്ലാം അല്ല. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്ന പരിശുദ്ധ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ മതമായിട്ടുള്ള ഇസ്ലാം. അതിലിതൊന്നുമില്ല, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളില്ല. പിഴച്ച വിശ്വാസമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാരസമ്പൂർണമാണ്, സത്യസമ്പൂർണമാണ്. അത് വളരെ വ്യക്തമായിക്കൊണ്ട് വഹീൻ്റെ കയ്യൊപ്പായ, ഇനിയും മുറിഞ്ഞു പോകാത്ത, ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകാത്ത, നശിച്ചു പോകാത്ത മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമ്, അതിലൂടെ പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിമുത്തുകളായി പറഞ്ഞതുമാണ്. അല്ലാണ്ട് ഇവരെ മാല കിതാബിലും ഇവരെ ഇതുപോലെയുള്ള പാള കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ഈ പിഴച്ച വാദമല്ല ദീനുൽ ഇസ്ലാം. ഇസ്ലാമുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. എന്നിട്ട് ഇവരിതുപോലെയുള്ള പിഴച്ച പാട്ടുകളും പിഴച്ച വിശ്വാസങ്ങളുമായിട്ട് നടക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഇനി ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ എന്താണ് ഇങ്ങനെ ആയത് എന്നുള്ളതാണ്. അത് അബ്ദുൽ മുഹ്സിൻ ഐദീദ് പറയട്ടെ, നമുക്ക് മനസ്സിലാക്കാം. എത്രയോ ആളുകൾ, എത്രയോ പുരോഹിതന്മാർ അവർ തൗഹീദ് സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാര്യം സത്യം എന്താണെന്നറിയാം. അള്ളാഹ് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ അറിയാം, ജാറം കെട്ടിപ്പോക്കാൻ അറിയാം. പക്ഷേ ഇതാണ് കാരണം. ഈ കാരണം കൊണ്ട് നിഷേധിച്ചവനാണ് ഫിർഔൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ഗുൽമൻ വഉലുവ, അവർക്ക് വ്യക്തമായി ഹൃദയത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അവർ നിഷേധിച്ച് തള്ളിയത്. ആരെ പറ്റി പറഞ്ഞത്? ഫിർഔനിനെ കുറിച്ച് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരിക്കലൊരു ജനങ്ങൾക്ക് ജാറവും മറ്റുമൊക്കെ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മോനെ, പക്ഷേ ഈ പറഞ്ഞതിൽ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നസ്രാനിയായ ആ പുരോഹിതൻ ഇബ്നുൽ ഖയ്യിം കൊടുത്ത മറുപടിയാണ് ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, നീ
അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അവൻ നിനക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചതിന് ശേഷം അവൻ നിന്നെ കൈവടിയുമെന്നാണ് നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അവൻ നിനക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. മുസ്ലിയാക്കന്മാരായ ഈ പറഞ്ഞ സത്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി തെളിവുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അവർ ചിന്തിക്കേണ്ടതാണിത്. അള്ളാഹുവിൻ്റെ ഖുർആനിനെതിരെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഭക്ഷണം നൽകിയത് റബ്ബാൻ. നീ അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം അള്ളാഹു നിന്നെ കൈവടിയുമെന്നാണ് നീ വിശ്വസിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ദുർബലമാണ് ഇത്തരക്കാരുടെ വിശ്വാസം! എത്ര ദുർബലമാണ് ഇത്തരക്കാരുടെ വിശ്വാസമെന്ന് അബ്ദുൽ മുഹ്സിൻ ഐദീദ് ഇവിടെ പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ആ കൂടി നിൽക്കുന്ന അന്ധവിശ്വാസികളായിട്ടുള്ള ആ ആളുകളുണ്ടല്ലോ, അവർക്ക് ഷെയ്ഖായിട്ട് നിന്നിട്ട് ആ മുട്ടിപ്പായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നത് അത് വടിത്തങ്ങളാത്രേ. തുറാബ് തങ്ങള്, ബയാറ് തങ്ങള്, വടിത്തങ്ങള്, ഇവരുടെ തങ്ങന്മാരൊക്കെ ഇതുപോലെയുള്ള ആളുകളാണ്, ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു. ചെറിയൊരു പ്രഭാഷണത്തിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാഫിഈ മദ്ഹബുമായി കാണുന്ന നേർച്ചകൾക്കോ ജാറങ്ങൾക്കോ മഖബറകൾക്കോ ഒരു ബന്ധവുമില്ല. ഇത് ഷാഫിഈ മദ്ഹബിൽ പോലും പറഞ്ഞിട്ടില്ല, ഒരു മദ്ഹബിലും പറഞ്ഞിട്ടില്ല. ഹനഫിയിലുള്ള, മാലിക്കിയിലുള്ള, ഷാഫിഈയിലുള്ള, ഹംബലിയിലുള്ള. കൊണ്ടുവരും നിങ്ങൾ തെളിവ്. ഏതെങ്കിലും ഒരു കിതാബ്, മദ്ഹബിന്റെ കിതാബിൽ ഇവിടെ ഈ നടക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്ക് ഒരു തെളിവ്, ഒരു വരിയെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുപോകാൻ ഒരു തെളിവില്ല. എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാക്കക്കാരണവന്മാരായി ഞങ്ങൾക്ക് ലഭിച്ചു വന്ന ദീനാണ് ഇത് എന്നാണ്. ഒരു കാക്കക്കാരണവന്മാർ ഇത് പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒരാളും പഠിപ്പിച്ചിട്ടില്ല, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. ഇത് ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, فإنها تذكركم الموت. അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്നതാണ്. മറ്റു ചില റിവായത്തുകളിൽ അവിടുന്ന് പറഞ്ഞു فإنها تذكركم الآخرة. അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതുപോലെ ഒരു പരലോകം എനിക്കും വരാനുണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും ഖബറുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഈ ചിന്തയുണ്ടാക്കാൻ, ഈ ഓർമ്മയുണ്ടാക്കാൻ ഖബർ സന്ദർശനം സഹായകമാണ്. ഞാൻ ചോദിക്കാണ് നിങ്ങളോട്, ഇതാ ഇവിടെ നേർച്ച നടക്കുന്നുണ്ടല്ലോ. ഈ നേർച്ചയിൽ 100 ആനകളെ കണ്ടാൽ, അവിടെ നടക്കുന്ന ചെണ്ടകൊട്ട് കേട്ട് കഴിഞ്ഞാൽ, മ്യൂസിക്കുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അതിനിടയിൽ ഡാൻസ് നടത്തി കഴിഞ്ഞാൽ, അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂടി കലർന്നു കഴിഞ്ഞാൽ, ഖബറിന്റെ അരികിൽ പോയി ബാൻഡ് മേള നടത്തിയാൽ, അവിടെ ഇതാ ഇപ്പോൾ തന്നെ കാണുന്നത് പോലെ കയറാനും ആഘോഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചു കഴിഞ്ഞാൽ ഏത് മരണത്തെ കുറിച്ചാണ് ആരാണ് ചിന്തിക്കുന്നത്? ഇത് ഏത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സിയാറത്താണ്? ഖബർ സിയാറത്ത് എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, അതിൽ ഇസ്ലാമികമായ പാകപ്പിഴവുകളുണ്ട്. അതിൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളുണ്ട്.